വളരെ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമിന്റെ ആഹ്ലാദത്തിലാണ് എല്ലാവരും. ഇതില് നിത, സുധീർ, അൻവർ, മൊയ്തു, മാത്യൂസ്, പ്രസാദ്, ബാപ്പു, ഇതില് വളരെ ചെറിയ വേഷങ്ങൾ ചെയ്ത ആളുകളുണ്ട്. പ്രസാദ് ഒറ്റ സീൻ, എനിക്ക് തോന്നുന്നത് ഒരു ഷോട്ട് എത്രയോ മനോഹരമായിട്ടാണ് പ്രസാദ് ചെയ്തു വെച്ചത്. അത് പ്രസാദിനെ കൊണ്ട് പ്രസാദ് ചെയ്യുന്നു. പക്ഷെ ആ രൂപത്തിലേക്ക് പ്രസാദിനെ വാർത്തെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റ് നൽകുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കാം ഓരോ വർക്കുകളിലും. അപ്പൊ ആർട്ടിസ്റ്റ് നൽകിയ ആ സാധനം കൃത്യതയോട് കൂടിയിട്ടാണോ, അത് കൃത്യമാണോ എന്നൊക്കെ ഒരു ഡയറക്ടറുടെ വീക്ഷണം ഉണ്ടായിരിക്കും. ആപ്റ്റായിട്ടുള്ള ആളുകളെ വെച്ച് വളരെ മനോഹരമായി ചെയ്തതാണ് പ്രാർത്ഥനാ നാളങ്ങള്. എല്ലാം കൊണ്ടും സബ്ജക്റ്റായിട്ടും അത് വിഷ്വലൈസ് ചെയ്തതായിട്ടും ആക്ടേഴ്സ്, ആക്ട്രസ് വളരെ മനോഹരമായി ചെയ്തതാണ്. ഒപ്പം പ്രിയപ്പെട്ട ആരിഫിന്റെ നല്ല വരികള്, ആരിഫിന് പ്രത്യേകം ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. നല്ല വരികള്, അതിനെ നന്നായി തന്നെ ഫൈസലിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. ഒരു ഷോർട്ട് ഫിലിം ഒരു ലിമിറ്റഡ് ടൈമിൽ ഒരു 22-23 മിനിറ്റിൽ ഒതുങ്ങി നിന്ന് ചെയ്യുന്ന ഒരു വർക്ക്, ഒരു സിനിമ കാണുന്ന മൂഡിലേക്ക് ആ വർക്കിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നും ഫൈസൽ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് ഈ ഷോർട്ട് ഫിലിമിന്റെ സ്വീകാര്യത 2 സ്ഥലത്ത് കളിച്ചപ്പോഴും ഒരു പ്രായമുള്ള അമ്മമാരൊക്കെ പറയുന്നു അവരുടെ ഒരു ഫീലിങ്സ്. വളരെ മനോഹരമായ ഈ വർക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, വളരെ പ്രത്യേകിച്ച് മെയിൻ വേഷം ചെയ്തവരെ കുറിച്ച് ഒന്നും പറയേണ്ടതില്ല. കാരണം നിതയെ കുറിച്ചും സുധീറിനെ കുറിച്ചൊന്നും പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല. അവർ വളരെ മനോഹരമായി ചെയ്തവരാണ്. ബാക്കിയുള്ള എല്ലാവരും അവരുടെ ഒക്കെ ഒരു ചെറിയ ഒരു സീനിൽ വന്നവരാണെങ്കിൽ പോലും വളരെ മനോഹരമായി ചെയ്തു. എൻ്റെ സുഹൃത്ത് മുരളിയുടെ മോളുണ്ടായില്ല ശിഖ, ഒരു നോട്ടം കൊണ്ട് നല്ലൊരു അഭിനേത്രിയാണ് ശിഖ കാഴ്ചവെച്ചു. എവറിത്തിങ്, എല്ലാവരും നല്ല വർക്ക്, നല്ല ഡയറക്ഷൻ, നല്ല ടീം, എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ.